ഹലോ, ഇങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴാണ് വാവ പറഞ്ഞത് നമുക്ക് കോവളം ലൈറ്റ് ഹൗസ് കാണാൻ പോകാമെന്ന്. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, ഒരുങ്ങിക്കെട്ടി നേരെ കോവളത്തേക്ക് ഇറങ്ങി. പോകുന്ന വഴിക്ക് അവൾക്ക് ടയറിൽ എയർ കയറ്റാനുള്ളതുകൊണ്ട് അങ്ങോട്ട് പോയി, പക്ഷേ നടന്നില്ല. അപ്പോൾ പിന്നെ നമ്മൾ നേരെ വീണ്ടും നമ്മുടെ യാത്ര ആരംഭിച്ചു. പോകുന്ന വഴിക്ക് വീണ്ടും നമ്മൾ പെട്രോൾ അടിക്കാൻ കയറിയിരുന്നു. പെട്രോൾ അടിച്ച് വീണ്ടും നമ്മൾ യാത്ര തുടർന്ന്. പിന്നെയാണ് നമ്മൾ ഗൂഗിളിൽ നോക്കിയത് എത്ര മണിക്കാണ് ലൈറ്റ് ഹൗസ് തുറക്കുക അടയ്ക്കാൻ നോക്കിയപ്പോഴാണ് 5 മണി. നമ്മൾ ഇറങ്ങിയത് ഒരു 4:30 തന്നെ. അപ്പോൾ തന്നെ മനസ്സിലായി പോയി പടിപാളി എന്നുള്ളത്. ഞങ്ങൾ അവിടെ ചെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ടൈം കഴിഞ്ഞിരുന്നു. നമ്മൾ 5 മണിക്ക് എത്തേണ്ട ഇത് നമ്മൾ 5:30 അവിടെ എത്തി. പിന്നെ നമ്മൾ കോവളം ആയതുകൊണ്ട് തന്നെ പിന്നെ ബീച്ച് കാണാൻ ഇറങ്ങി. ബീച്ച് കാണാൻ ഭംഗി ആസ്വദിച്ച് പിന്നെ നമ്മൾ നടക്കൽ തുടങ്ങി. ബീച്ചിലൊക്കെ ഇറങ്ങിയത്, പക്ഷേ എനിക്ക് ഇറങ്ങാൻ പറ്റിയില്ല. ജീൻസും ഷൂ ഒക്കെ ഉള്ളതുകൊണ്ട് അത് തന്നെയും എന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങിയില്ല. പിന്നെ നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ തുടങ്ങി. ഫോട്ടോഷൂട്ട് എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ഫോട്ടോ ഞാൻ അങ്ങോട്ട് എടുക്കണേ ഇങ്ങോട്ട് എടുക്കണേ, കടലിൽ നോക്കി ഫോട്ടോ ഒക്കെ എടുത്ത്. പിന്നെ പോകുന്ന വഴിക്ക് കുർക്കുറ വാങ്ങിച്ച്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉപ്പ് മുളകിട്ട മാങ്ങ കണ്ട് അതും വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾക്ക് അത് ഇഷ്ടമായതുകൊണ്ട് വീണ്ടും ഉപ്പ് മുളക് ഇട്ട മാങ്ങി പൈനാപ്പിളും വാങ്ങിച്ചു. പൈനാപ്പിൾ അധികം ഇഷ്ടമായില്ല, പക്ഷേ നമ്മളത് വാങ്ങിച്ച് കഴിച്ച് വീണ്ടും നടന്നു. പനിയും ജലദോഷവും തുമ്മലൊക്കെ പിടിച്ചിട്ടാണ് നമ്മൾ ഈ യാത്ര പോണത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് പോയി. പോണ വഴിക്ക് ഫുൾ ബ്ലോക്കായിരുന്നു. കാരണം ക്രിസ്മസിൻ്റെ കരോള് അതൊക്കെയായിരുന്നു. ഫുൾ ഇങ്ങനെ ആൾക്കാരൊക്കെ നിറഞ്ഞിരിക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം ബ്ലോക്കിൽ പറ്റി നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. പോകുന്ന വഴിക്കിൽ ജ്യൂസൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചത്, പക്ഷേ പനി കാരണം ജ്യൂസൊന്നും കുടിച്ചില്ല. പിന്നെ നമ്മൾ അടുത്ത കടയിൽ കയറി ചായ കുടിച്ചു. ചായയും ഈ കേക്കുമാണ് കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയപ്പോഴത്തേക്കും പിന്നെ തുമ്മൽ കൂടി, തുമ്മൽ ജലദോഷം അങ്ങനെ ആവിയും പിടിച്ച് കുറച്ച് നേരം ടി വിയും കണ്ട് നമ്മളിരുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.